ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റഹീം എന്ന കവിയുടെ മനോഹരമായ ചില ദോഹകളാണ്. ഈ ദോഹകളിൽ ജീവിതത്തെക്കുറിച്ചുള്ള വലിയ പാഠങ്ങളുണ്ട്. വിദ്യയുടെ വില, സ്നേഹത്തിൻ്റെ പ്രാധാന്യം, ജീവിതത്തിൻ്റെ അനശ്വരത, ദൈവവിശ്വാസം, യഥാർത്ഥ സ്നേഹം തുടങ്ങിയവയെല്ലാം ഈ ദോഹകളിൽ ഉണ്ട്. നമുക്ക് ഇതിൽ 5 എണ്ണമാണുള്ളത് പഠിക്കാൻ. ആ 5 എണ്ണം നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ പഠിക്കാൻ നോക്കാം. അപ്പം നമുക്ക് ദോഹ നോക്കാം. ആദ്യത്തെ ദോഹ, റഹിമൻ വിദ്യ ബുദ്ധി നഹീം നഹീ ധരം ജസ് ദാൻ ഭൂപർ ജന്മ വൃത്ത് ധരേ പശു ബിനെ പൂച്ചെ ബിഷാൻ. റഹിമാൻ വിദ്യ ബുദ്ധി നഹീം നഹീ ധരം ജസ് ദാൻ. റഹീം ഇവിടെ പറയുന്നത്, ഒരു മനുഷ്യന് വിദ്യയില്ലെങ്കിൽ, ബുദ്ധിയില്ലെങ്കിൽ, അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ, അതായത് മറ്റുള്ളവരെ സഹായിക്കുന്നില്ലെങ്കിൽ സമൂഹത്തിൽ നല്ല പേര് ഉണ്ടാകുന്നില്ല. അങ്ങനെ ജീവിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല എന്നാണ് റഹീം പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഡെയിലി ലൈഫ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പഠിക്കാതെ, ആരെയും സഹായിക്കാതെ, ഒരു ഇതുമില്ലാതെ മാത്രം ജീവിച്ചാൽ അത് ശരിയായ ജീവിതമല്ല. ഭൂപർ ജന്മ വൃത്ത ധരൈ പശു ബിനെ പൂച്ച ബിഷാൻ. അത്തരത്തിലുള്ള മനുഷ്യൻ്റെ ജനനം വ്യർത്ഥമാണ് എന്ന റഹീം പറയുന്നത്. അവൻ വാലും കൊമ്പും ഇല്ലാത്ത മൃഗം പോലെ, മനുഷ്യനായിട്ടും മനുഷ്യൻ്റെ ഗുണങ്ങൾ ഇല്ലാത്തവനെ പോലെയാണ്. ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൽ വേണ്ടത് വിദ്യയും നല്ല പെരുമാറ്റവും ദാനവുമാണ്. അതിനെയാണ് നമ്മൾ മീനിങ് ഫുൾ ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പം ഒന്നാമത്തെ ദോഹേൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഒരു മനുഷ്യൻ ഇപ്പോൾ വിദ്യയും ബുദ്ധിയും അവൻ നല്ല കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നില്ലെങ്കിൽ, അവന് സമൂഹത്തിൽ നല്ല പേരുണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ വലിയൊരു അർത്ഥമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടേ അവിടെ ഒരു ഇത് വരുന്നുള്ളൂ എന്നാണ് ഫസ്റ്റ് ദോഹയിൽ റഹീം പറയുന്നത്. അപ്പം നമുക്ക് രണ്ടാമത്തെ ദോഹ നോക്കാം. രീതി പ്രതി സബ്സോം ബലി പൈർന ഹിത് മിത് ഗോത് റഹിമാൻ യാഹി ജന്മ കി ബഹുരി ന സംഗീത് ഹോത്ത. രീതി പ്രതി സബ്സോം ബലി. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുക. നമ്മുടെ വീട്ടിൽ, കോളേജിൽ, സുഹൃത്തുക്കളോടും അധ്യാപകരോടും നല്ല രീതിയിൽ മാത്രം സംസാരിക്കുക. അതിൻ്റെ ഡെയിലി ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് കൂട്ടുകാരുമായി പിണങ്ങാതെ അത് സംസാരിച്ച് പരിഹരിക്കുക. അപ്പം തന്നെ ഒരു പ്രശ്നം വലുതാക്കാതെ. ബൈർന ഹിത്. ആരോടും വൈരാഗ്യം വെക്കുന്നത് ഒരിക്കലും നമുക്ക് ഗുണം ചെയ്യില്ല. യാഹി ജന്മയ്ക്ക് ബഹുരീന സംഗീത് ഹോത്ത. ഈ മനുഷ്യജന്മം വീണ്ടും കിട്ടുമോ, ഇത്തരമൊരു നല്ല കൂട്ടായ്മ വീണ്ടും ലഭിക്കുമോ, ആരും അറിയില്ല. ഇതിൽ പറയുന്നത് എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിക്കുക, ആരോടും വഴക്കുണ്ടാക്കിയിട്ട് നിൽക്കരുതെന്നാണ് ഈ ഒരു ദോഹേൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ദോഹ നോക്കാം. സദാ നഗര കുച്ച് കാ ബജ്ത ആട്ടോം ജാം റഹിമാൻ യാ ജഗ് ആയി കൈ കോ കരി രഹാമുഖം. സദാ നഗര കുച്ച് കാ. റഹീം പറയുന്നു, മരണത്തിൻ്റെ വിളി എപ്പോഴും മുഴങ്ങുന്നു. അതായത് ജീവിതം സ്ഥിരമല്ല, എല്ലാവർക്കും മരണമുണ്ട്. ഡെയിലി ലൈഫ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇന്ന് നമ്മളുണ്ട്, നാളെ എന്ത് സംഭവിക്കുമെന്ന് ആരുള്ളൂ. നമ്മൾ പറയില്ലേ, ഇന്നുള്ള ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യുക. കോ കരി രഹാമുഖം. ഈ ലോകത്ത് ആരും എന്നും താമസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അഹങ്കാരം വേണ്ട, മറ്റുള്ളവരെ സ്നേഹിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ഈ ദോഹേൻ്റെ അർത്ഥം വരുന്നത്, ലൈഫ് ഈസ് ടെമ്പററി, ഡു ഗുഡ്. അതായത് ലൈഫ് നമുക്ക് ഇന്ന് നാളെ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് മരണം സംഭവിക്കാം. അതുകൊണ്ട് നല്ല കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്യാം. അപ്പോൾ നമുക്ക് നാലാമത്തെ ദോഹ. അമർ ബേലി ബിനു മൂൽക്കി പ്രതിപാലത് ഹേ താഹി റഹിമാൻ ഐസെ പ്രഭുഹി താജി ഗോഷ്തെ ഫിരായി കാഹി. അമർ ബേലി ബിനു മുൽക്കി. വേര് പോലുമില്ലാത്തൊരു വള്ളിയെയും ദൈവം സംരക്ഷിക്കുന്നു. നമ്മുടെ ജീവിതത്തെയും ദൈവം കാത്തു സൂക്ഷിക്കുന്നു എന്നാണ് ഡെയിലി ലൈഫിലൊരു എക്സാമ്പിൾ പറഞ്ഞത്. ഐസെ പ്രഭുഹി താജി. അങ്ങനെയുള്ള ദൈവത്തെ വിട്ട് പുറത്ത് എന്തിനു തിരയുന്നു. അതിൽ ഇമ്പോർട്ടൻറ്റ് തോട്ട് എന്ന് പറയുന്നത്, ദൈവം നമ്മുടെ ഉള്ളിലാണ്. നല്ല മനസ്സിലും നല്ല പ്രവൃത്തികളിലും നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ മെയിൻ പോയിൻ്റ് പറയുന്നത്. അതായത് ട്രസ്റ്റ് ഗോഡ്, ഗോഡ് ഈസ് വിത്തിൻ യു. അതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. ദൈവം നമ്മുടെ ഉള്ളിലാണ്. നല്ല മനസ്സിലും നല്ല പ്രവൃത്തികളിലും ദൈവത്തെ കാണാം. നമ്മുടെ ലൈഫിനെ സംരക്ഷിക്കുന്ന ദൈവമാണ്, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവം ഉള്ളത് എന്നാണ് ഈ ഒരു ദോഹയെ കൊണ്ട് അർത്ഥാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അഞ്ചാമത്തെ ദോഹ നോക്കാം, ലാസ്റ്റ് വൺ. जे सुलगे ते बूझ गई बूझे ते सुलेग नहीं रहीमान दाहे प्रेम के बुझी बुझिगे सुलगाही. जे सुलगे ते ബുജ് ഗൈ.
മരം തീയിൽ കത്തിയാൽ ഒടുവിൽ അണയും. പ്രേം കെ ബുജി ബുജിയാം സുലായി. പക്ഷെ സ്നേഹത്തിൻ്റെ തീ അങ്ങനെയല്ല. യഥാർത്ഥ സ്നേഹം ഉള്ളവരുടെ മനസ്സ് വീണ്ടും വീണ്ടും ആ സ്നേഹത്തിൽ തന്നെ ജീവിക്കും. ഇപ്പോൾ പറഞ്ഞുതരാം, നമ്മൾ ഒരാളെ വളരെ സ്നേഹിച്ചാൽ അവർ അകലെ പോയാലും ആ സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാകും. ഇപ്പം ഒരാൾ വേറെ സ്ഥലത്ത് പോയി നമ്മോട് മിണ്ടാതിരുന്നെങ്കിലും നമുക്ക് അവരോടുള്ള സ്നേഹം പോകാൻ ചാൻസ് ഇല്ല. അതിൻ്റെ ഐഡിയ എന്ന് പറയുന്നത് ട്രൂ ലവ് നെവർ ഫുള്ളി എൻഡ്സ്. അതായത് ആത്മാർത്ഥ സ്നേഹമാണെങ്കിൽ അതൊരിക്കലും എൻഡ് ചെയ്യൂല. റഹീമിൻ്റെ ഈ ദോഹങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് വിദ്യയുടെ വില, സ്നേഹത്തിൻ്റെ ശക്തി, ജീവിതത്തിൻ്റെ സത്യം, ദൈവവിശ്വാസം, യഥാർത്ഥ സ്നേഹത്തിൻ്റെ ആഴം. ഇവ പുസ്തകത്തിലെ പാഠങ്ങൾ മാത്രമല്ല, ദിവസേന ജീവിതത്തിൽ പാലിക്കേണ്ട പാഠങ്ങളാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ദോഹേൻ്റെ ഓരോ ഇതിലും ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പിനെ ആയാലും നമ്മളെ സ്നേഹിക്കേണ്ട ദൈവം എവിടെയാണെന്നുള്ളതും എല്ലാം എന്തിനുള്ളതാണ്, നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ്. അതാണ് ഇതിൽ ഇത്രയും പറയുന്നത്. റഹീം കെ ദോഹെ സിർഫ് കവിത നഹീം ബാലിക് ജീവൻ ജീനെ കി സീഖ് ഹെ. റഹീമിൻ്റെ ദോഹകൾ കവിതകൾ മാത്രമല്ല, ജീവിതത്തെ നന്നായി നയിക്കാനുള്ള പാഠങ്ങളാണ്. इस प्रकार रहीम के दोहे हमें जीवन की सच्चाई सिखाते हैं. विद्या, अच्छे कर्म और दान मनुष्य को महान बनाते हैं. प्रेम और अच्छा व्यवहार जीवन की सुंदर बनाते हैं. जीवन स्थायी नहीं में इसलिए दमड़ छोड़कर अच्छे कार्य करने चाहिए. ईश्वर में विश्राम और सच्चा प्रेम मानव जीवन की सबसे बड़ी ताकतें हैं. इसी कारण रहीम के दोहा आज भी हमारे दैनिक जीवन में बहुत महत्वपूर्ण है. ഇത് പറയുന്നത് ഇങ്ങനെ റഹീമിൻ്റെ ദോഹകൾ നമ്മെ ജീവിതത്തിലെ വലിയ സത്യങ്ങൾ പഠിപ്പിക്കുന്നു. വിദ്യയും നല്ല പ്രവൃത്തികളും മനുഷ്യനെ ഉയർത്തുന്നു. സ്നേഹവും നല്ല പെരുമാറ്റവും ജീവിതത്തെ മനോഹരമാക്കുന്നു. ജീവിതം സ്ഥിരമല്ലാത്തതിനാൽ അഹങ്കാരം ഒഴിവാക്കി നല്ലത് ചെയ്യണം. ദൈവവിശ്വാസവും യഥാർത്ഥ സ്നേഹവും മനുഷ്യ ജീവിതത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ട് റഹീമിൻ്റെ ദോഹകൾ ഇന്നും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വലിയ പ്രാധാന്യമുള്ളവയാണ്. അപ്പം റഹീം കെ ദോഹ ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്താണെന്ന് മാത്രം ജസ്റ്റ് അറിഞ്ഞാൽ മതി. പിന്നെ റഹീമിനെ കുറിച്ചൊന്ന് ജസ്റ്റ് കുറച്ച് ലൈൻസ് എങ്ങനെ ജനിച്ചത് അങ്ങനത്തെ 2-3 വരിയും കൂടെ എഴുതി വെച്ചാൽ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം താങ്ക് യു.